റാങ്ക് പട്ടികയിലെ മാറ്റം ഇങ്ങനെയെന്നാണ്. കേരള സിലബസിൽ ആകെ 47,175, ആദ്യ 100-ൽ 21 പേർ, റദ്ദാക്കിയ പട്ടികയിലുണ്ടായിരുന്നു 43. CBSEയിൽ 18,000 പേരുണ്ട്, ആദ്യ 100-ൽ 79, കഴിഞ്ഞ പട്ടികയിൽ 57. ഈ വാർത്ത ഇന്നലെയും വന്നിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്, തിടുക്കപ്പെട്ടാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചത്. കോടതി ഇന്നലെ പറഞ്ഞത് കളി തുടങ്ങിയ ശേഷം കളിയുടെ ചട്ടങ്ങളിൽ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളത് കോടതി വളരെ വിശദമായി തന്നെ ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. ആ ഡിവിഷൻ ബെഞ്ചും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എഞ്ചിനീയറിംഗ് പട്ടിക റദ്ദാക്കിയതിന് സർക്കാർ നൽകിയ അപ്പീൽ തള്ളി. സംസ്ഥാന സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി, അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സംസ്ഥാന സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് ഇത്. അവരെന്ത് ചെയ്യും എന്നുള്ളത്. കാരണം റാങ്ക് പട്ടികയിൽ ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ 1ാമതായിരുന്നാൽ ഇന്ന് 5ാമത് പോകുന്നു, ഇന്നലെ 7ാമത് ആയിരുന്നാൽ ഇന്ന് 1ാമത് പോകുന്നു. അങ്ങനെ കുട്ടികളെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെ ഉണ്ട്. ആദ്യ 100 റാങ്കിൽ CBSEക്കാർ 79 പേരിലാണ്, കേരളക്കാർ 21 പേരേ ഉള്ളൂ. കേരള സിലബസിൽ പഠിച്ചവർ 21 പേർ മാത്രമാണ് ആദ്യ 100 റാങ്കിലുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വശം എന്ന് വേണം കാണാൻ. ഈ മനോരമ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സമിതി പറഞ്ഞതല്ല സർക്കാർ ചെയ്തത്. ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ആ സമിതി പറയേണ്ടതാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് മനോരമ പറയുന്നത്. സമിതി ചെയ്തതല്ല സർക്കാർ ചെയ്തതെന്നും സമിതി പറഞ്ഞതല്ല സർക്കാർ ചെയ്തതെന്നും മനോരമ പറയുന്നുണ്ട്. മാറ്റം ഇക്കൊല്ലം വേണ്ടെന്ന് മാർക്ക് ഏകീകരണ പുനഃപരിശോധന സമിതി പറഞ്ഞിരുന്നു. മാറ്റം ഇക്കൊല്ലം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പോലും സർക്കാർ ചെയ്തു. അതാണ് കോടതിയിൽ തിരിച്ചടി കിട്ടിയത് എന്നാണ് മനോരമ പറയുന്നത്. ഇക്കൊല്ലം പുതിയ ഫോർമുല നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് മാർക്ക് ഏകീകരണ പുനഃപരിശോധന സമിതിയുടെ തന്നെ വിലയിരുത്തൽ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിൻ്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. എന്തായാലും അത് വലിയ തിരിച്ചടി സർക്കാരിന് ആ രൂപത്തിലുണ്ടാകുന്നു. കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ടാകുന്നു, വലിയ പ്രതിരോധമുണ്ടാകുന്നു എന്ന് വേണം കാണാൻ. ഏതാണ്ട് ഈ സിസ്റ്റം വലിയ രൂപത്തിൽ താറുമാറായി കിടക്കുകയാണ്. അത് ഇന്നലെ മന്ത്രിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സർക്കാരുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വലിയ പ്രതിരോധത്തിലാകുമ്പോൾ സ്വാഭാവികമായും പത്രങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ തന്നെ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് വേണം കാണാൻ.